നമസ്കാരം. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ നിർണായകമായ വെടിനിർത്തൽ നീക്കങ്ങൾ പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത്. തെക്കൻ ലെബനോണിൽ ആക്രമണം അവസാനിപ്പിക്കണമെന്ന നിർദ്ദേശം ഇസ്രയേൽ തള്ളിയതോടെയാണ് മേഖലയിൽ വീണ്ടും യുദ്ധഭീതി നിഴലിക്കുന്നത്. എന്നാൽ സമാധാനത്തിന്റെ വാതിൽ പൂർണ്ണമായും അടയ്ക്കാതെ വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകൾ നടത്താൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചതായി എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അതേസമയം ഇറാനുമായുള്ള ബന്ധം കൂടുതൽ വഷളാകാതിരിക്കാൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിൽ രണ്ടാം വട്ട ചർച്ചകൾക്ക് കളമൊരുങ്ങുകയാണ്. 2 ദിവസത്തിനകം ചർച്ച നടക്കുമെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത്. അതായത് അമേരിക്കയുടെ നിബന്ധനകളുടെ കാര്യത്തിലും ഇരു രാജ്യങ്ങളും വിരുദ്ധ ധ്രുവങ്ങളിലാണ്. നിലവിലെ സാഹചര്യത്തിൽ യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ കാലപരിധി സംബന്ധിച്ച തർക്കമാണ് ചർച്ചകളെ വഴിമുട്ടിക്കുന്നത്. 5 വർഷത്തെ സാവകാശം ഇറാൻ ആവശ്യപ്പെടുമ്പോൾ 20 വർഷത്തേക്ക് നിയന്ത്രണം വേണമെന്ന കടുത്ത നിലപാടിലാണ് അമേരിക്ക മുന്നോട്ട് വെക്കുന്നത്. ഹോർമോസ് കടലിടുക്കിലെ ഉപരോധം നീക്കണമെന്ന്, യുറേനിയം പ്ലാന്റുകൾ നശിപ്പിക്കണമെന്നും അമേരിക്കൻ ഭരണകൂടം കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമേരിക്കയുടെ കരുത്തുറ്റ നിലപാടുകളെ തുടർന്ന് ഹോർമോസ് വഴിയുള്ള കപ്പൽ ഗതാഗതം പൂർണ്ണമായും നിലച്ചതായാണ് റിപ്പോർട്ടുകൾ. 6 ചരക്കു കപ്പലുകൾ ഇറാനിയൻ തുറമുഖങ്ങളിൽ നിന്നും മടങ്ങിയതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. വരും ദിവസങ്ങളിലെ ചർച്ചകൾ ആഗോള സാമ്പത്തിക ക്രമത്തെയും എണ്ണ വിപണിയെയും സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമാണ്.